ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗൃഹാങ്കണ രാമായണ പാരായണം 24-ാം ദിവസം. ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ. ചന്ദ്രാനനെ ചെവി തന്നുമുദാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരകബ്രഹ്മാത്മകൻ കരുണാകരൻ. മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢമോദാലരുൾ ചെയ്തിതാധരാൽ. ലങ്കയിൽ ചെന്ന് സീതാദേവിയെ കണ്ട് ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ച ഹനുമാനോട് ലങ്കയെക്കുറിച്ചുള്ള സമ്പൂർണമായ വിവരണം രാമൻ ആവശ്യപ്പെടുകയാണ്. അതിനുത്തരമായി ഹനുമാൻ ലങ്കാവിവരണം പറഞ്ഞുകൊടുക്കുകയാണ്. അതിനിടെ ലങ്കയുടെ ഉദ്ഭവത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. പണ്ടൊരിക്കൽ സർപ്പശ്രേഷ്ഠനായ വാസുകിയും ഭൂതഗണ പ്രമാണിയായിട്ടുള്ള വായുദേവനും തമ്മിൽ ഒരു തർക്കം നിലവിൽ വരികയുണ്ടായി. കൂടുതൽ കരുത്ത് ആർക്കാണ് എന്നുള്ളതായിരുന്നു തർക്കവിഷയം. തർക്കം മൂത്ത് വന്നപ്പോൾ ദേവനായകനായിട്ടുള്ള ഇന്ദ്രൻ അതിൽ ഇടപെടുകയാണ്. ഒരു ബലപരീക്ഷ നിശ്ചയിക്കപ്പെടുകയാണ്. മഹാമേരു പർവ്വതത്തിന് 1000 കൊടുമുടികളാണ് ഉള്ളത്. വാസുകിക്ക് 1000 ഭണങ്ങളും. വാസുകി തൻ്റെ ഭണങ്ങളെ കൊണ്ട് മഹാമേരുവിൻ്റെ 1000 കൊടുമുടികളെയും അമർത്തിപ്പിടിക്കണം. അവയിൽ ഒന്നിനെയെങ്കിലും വായുവിന് ഇളക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ വായുവായിരിക്കും കേമൻ, അല്ലെങ്കിൽ വാസുകി ഒന്നാമനായിത്തീരും. മത്സരം ആരംഭിക്കുകയാണ്. വാസുകി മഹാമേരുവിൻ്റെ കൊടുമുടികളെ അമർത്തിപ്പിടിച്ചു. വായു സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഒരു കൊടുമുടിയെങ്കിലും അടർത്തിയെടുക്കാൻ സാധിക്കുമോ എന്ന് പരിശ്രമിക്കുകയാണ്. പക്ഷേ തീവ്രമായി പരിശ്രമിച്ചിട്ടും സാധിച്ചില്ല. അങ്ങനെയിരിക്കെ പെട്ടെന്ന് വായു ഒരു നിമിഷം അനങ്ങാതെ നിൽക്കുകയാണ്. ഒരനക്കം പോലുമില്ല. വായു തോറ്റോടി എന്ന് വിചാരിച്ചുകൊണ്ട് വാസുകി ഒരു ഭണം മെല്ലവേ ഉയർത്തി ഒന്ന് നോക്കുകയാണ്. തക്കം പാർത്തിരുന്ന വായു അതിലേക്ക് അടിച്ച് കയറുകയാണ്. ആ ഭണത്തെ അടർത്തിയെടുത്ത് ദക്ഷിണ സമുദ്രത്തിൽ ആണ്ടുകിടന്നിരുന്ന ത്രികൂട പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടിടുകയാണ്. മേരുപർവ്വതത്തിൻ്റെ സുപ്രധാനമായ രത്നാചല ശൃംഖമായിരുന്നു അത്. കാലക്രമേണ അത് ത്രികൂട പർവ്വതത്തിൽ ഉറച്ചുപോയി. അതിനാൽ തന്നെ ലങ്ക സർവരത്നമയമായി തീരുകയും ചെയ്തു. കാലാന്തരത്തിൽ ഉദ്ഭവിച്ചു വന്ന രാക്ഷസൻ വർഗം ബ്രഹ്മാവിൻ്റെ അനുവാദത്തോടുകൂടി മയാചാര്യനെ കൊണ്ട് ഒരു നഗരം നിർമ്മിച്ച് അവിടം രാക്ഷസന്മാരുടെ ആവാസ കേന്ദ്രമാക്കി. ലങ്ക എന്ന പേരുമിട്ടു. സർവ ഐശ്വര്യത്തോടെ അവിടം വസിച്ചു വന്ന രാക്ഷസവർഗം അന്യജനദ്രോഹികളായി തീർന്നപ്പോൾ
മഹാവിഷ്ണു അവരെ നിഗ്രഹിച്ചു. ശേഷിച്ചവർ പാതാളത്തിൽ പോയി ഒളിക്കുകയാണ്. കാലാന്തരത്തിൽ ജനശൂന്യമായിരുന്ന അവിടം വൈശ്രവണൻ സ്വപിതാവായ വിശ്രവസ്മുനിയുടെ നിർദ്ദേശപ്രകാരം തൻ്റെ ആവാസകേന്ദ്രമായി ലങ്ക മാറ്റുകയും പിന്നീട് വിശ്രവസ്മുനിക്ക് കൈകസിയിൽ ജനിച്ചിട്ടുള്ള രാവണൻ കുബേരനിൽ നിന്ന് ലങ്ക പിടിച്ചെടുക്കുകയും ആധുനിക രാക്ഷസ രാജ്യമാക്കി അതിനെ മാറ്റുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് ഹനുമാന്റെ വിവരണം കേൾക്കാവുന്നതാണ്. 700 യോജന വിസ്താരമുള്ള ലങ്കാനഗരത്തിന് ചുറ്റുമായി കനകമതിലുകളാണ് കെട്ടിയൊരുക്കിയിട്ടുള്ളത്. 4 ദിക്കിലായി 7 നിലകളുള്ള 4 ഗോപുരങ്ങൾ ലങ്കയെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ആ 4 ഗോപുരങ്ങൾക്കിടയിൽ 7 മതിലുകൾ വേറെയുമുണ്ട്. ആ 7 മതിലുകളിലുമായി 4 ഗോപുരങ്ങൾ വേറെയും കാണാവുന്നതാണ്. ഈ മതിലുകൾക്കിടയിൽ ആഴമേറിയ കിടങ്ങുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. കിടങ്ങുകളെയും നഗരത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് യന്ത്രപാലങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കിഴക്കുദിക്കിലെ ഗോപുരം കാക്കുവാൻ 10,000 രാക്ഷസ പടയാളികളും തെക്കേ ദിക്കിലെ ഗോപുരം കാക്കുവാൻ 100,000 രാക്ഷസ പടയാളികളും പടിഞ്ഞാറേ ഗോപുരം കാക്കുവാൻ 10,00,000 പടയാളികളും വടക്കേ ഗോപുരം കാക്കുവാൻ 1,00,00,000 രാക്ഷസപ്പടയും ഒരുക്കി നിർത്തപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തിൻ്റെ മധ്യഭാഗം സംരക്ഷിക്കുവാനും മറ്റ് കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും സംരക്ഷിക്കുവാനും പ്രത്യേകം സേനകളെ ഒരുക്കി നിർത്തിയിട്ടുമുണ്ട്. സ്വർണ്ണ നിർമ്മിതമായ ഭക്ഷണശാലകൾ, നാടകശാലകൾ, നടപ്പന്തൽ, നൃത്തശാലകൾ, മദ്യശാലകൾ ഇത്യാദികൾ ലങ്കയിൽ ഉടനീളം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീരാമചന്ദ്ര പ്രഭു അവന്തി, കാഞ്ചി, മധുര, അയോധ്യ എന്നീ മഹാനഗരങ്ങളെ വെല്ലുന്നതാണ് ലങ്കയുടെ പ്രൗഢി. ഇങ്ങനെ ലങ്കയുടെ പ്രൗഢിയും മോടിയും വിശദമാക്കിക്കൊണ്ടും അവിടുത്തെ സുരക്ഷാ സംവിധാനത്തെ വിശദമാക്കിക്കൊണ്ടും ലങ്കാനിവാസികളുടെ പൊതു സ്വഭാവം വിശദമാക്കിക്കൊണ്ടും രാജാവിനെ ചുറ്റിപ്പറ്റിയുള്ള ഉപജാപക സംഘത്തെ വിസ്തരിച്ചു പറഞ്ഞുകൊണ്ടുമുള്ള ഹനുമാന്റെ വിവരണം കേട്ട് ലങ്കയെക്കുറിച്ച് രാമന് ഏതാണ്ടൊരു ബോധ്യം ഉണ്ടാവുകയാണ്. ഒട്ടും താമസിക്കാതെ ലങ്കയിലേക്ക് പോകുവാനുള്ള തീരുമാനം രാമൻ സ്വീകരിക്കുകയാണ്. എല്ലാ ഏർപ്പാടുകളും ചെയ്യുവാൻ സുഗ്രീവനെ ചുമതലപ്പെടുത്തി. സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്ന മേടമാസമാണിത്. നാളെ ഉത്രം നക്ഷത്രവുമാണ്. യുദ്ധയാത്രയ്ക്ക് ഏറ്റവും ശുഭമാണത്. മാത്രവുമല്ല, നാളെ ത്രയോദശി തിഥിയുമാണ്. എൻ്റെ ജന്മനക്ഷത്രവും കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടും നമുക്കനുകൂലമാണ് നാളത്തെ ദിനം. അതുകൊണ്ട് നാളെ പ്രഭാതത്തിൽ ശുഭമുഹൂർത്തം നോക്കി നമ്മുടെ യുദ്ധയാത്ര തുടരണം. സർവസൈന്യാധിപനായ നീലൻ്റെ നേതൃത്വത്തിൽ വാനരപ്പട സജ്ജമായിരിക്കുകയാണ്. ഏറ്റവും മുമ്പിൽ മാരുതിയുടെ കണ്ഠമേറി കോദണ്ഡധാരിയായി ശ്രീരാമചന്ദ്രനും അതിനു പിറകെ അംഗദൻ്റെ കണ്ഠത്തിൽ ആയുധധാരിയായി ലക്ഷ്മണകുമാരനും അവരുടെ അംഗരക്ഷകനായി സുഗ്രീവനും സുഗ്രീവൻ്റെ അംഗരക്ഷകനായി ദരിമുഖനും ചേർന്ന് സൈന്യം മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുഗ്രീവൻ്റെ പുറകിൽ സർവ്വസൈന്യാധിപനായ നീലനും അവൻ്റെ ഇരുപാർശ്വങ്ങളിലായി ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ജാംബവാൻ എന്നിവരും അണിനിരന്നിരിക്കുകയാണ്.
ഏറ്റവും പിറകിൽ മൈന്ദൻ, വിവിധൻ, സുഷേണൻ, കേസരി എന്നിവരും സൈന്യത്തിൻ്റെ ഇരുഭാഗത്തെയും സംരക്ഷിക്കുവാൻ തുങ്കൻ, നളൻ, ശതബലി, താരൻ എന്നിവരും അണിനിരന്നിരിക്കുന്നു. ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ട് ശൈലശരീരികളായ കപികുലം ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും പുക്കൂ മഹേന്ദ്രാചലാന്തികേ മേവിനാൻ. ആ വാനര സൈന്യം ലങ്കയുടെ വടക്കേ തീരത്തുള്ള കടൽപ്പരപ്പിൽ സുസജ്ജമായി തയ്യാറായി നിൽക്കുകയാണ്. ആ മഹത്തായ കടൽ വാനര സൈന്യം നോക്കി കാണുകയാണ്. ഈ കരകാണാക്കടൽ മറികടന്ന് എങ്ങനെയാണ് ലങ്കയിലെത്തുക എന്നതായിരുന്നു ആ രാത്രിയിലെ അവരുടെ ചിന്ത. കാര്യങ്ങൾ ഇങ്ങനെ നടക്കവേ ലങ്കയിൽ രാവണൻ തൻ്റെ മന്ത്രിമാരും സേനാനായകന്മാരും എല്ലാം അടങ്ങുന്ന ഒരു സഭ വിളിച്ചുകൂട്ടിയിരിക്കുകയാണ്. ശ്രീരാമൻ്റെ നേതൃത്വത്തിൽ വമ്പിച്ച വാനര സൈന്യം ലങ്ക ആക്രമിക്കുവാനായി സന്നദ്ധമായി വരുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയിക്കാനാണ് സഭ ചേർന്നിട്ടുള്ളത് എന്നും ആ യോഗം മുൻപാകെ രാവണൻ പ്രഖ്യാപിക്കുകയാണ്. രാജാവിന് എന്താണോ താല്പര്യം അതിനനുസരിച്ചിട്ടുള്ള മറുപടിയാണ്, ചിന്തകളാണ് രാവണൻ്റെ പാർശ്വവർത്തികൾ രാവണനായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒടുക്കം രാമനെതിരെ യുദ്ധം ചെയ്യുവാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് സഭ പിരിഞ്ഞിരിക്കുകയാണ്. അടുത്ത ദിവസം നിദ്രയിൽ നിന്നും ഉണർന്ന കുംഭകർണൻ വിവരമെല്ലാം അറിഞ്ഞ് രാവണൻ്റെ അടുത്ത് ചെല്ലുകയാണ്. രാവണൻ അവനെ തൻ്റെ സിംഹാസനത്തിന് സമീപം ഇരുത്തുകയാണ്. വിവരമെല്ലാം വിശദമായി രാവണൻ കുംഭകർണന് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അത് കേട്ട് ഉപദേശരൂപേണ കുംഭകർണൻ ഏട്ടനോട് പറയുകയാണ്, അല്ലയോ ഏട്ടാ, അങ്ങ് ചെയ്തു കൂട്ടുന്നതൊന്നും ധർമ്മത്തിന് നിരക്കുന്നതല്ല. നമ്മുടെ വംശത്തിൻ്റെ നാശത്തിന് മാത്രമേ അത് വഴിയൊരുക്കുകയുള്ളൂ. എത്രയും വേഗം അങ്ങ് സീതയെ രാമന് നൽകിക്കൊണ്ട് ക്ഷമ ചോദിക്കുക. ആശ്രിത വത്സനായ രാമൻ അങ്ങേക്ക് മാപ്പ് തരും. അതുവഴി നമ്മുടെ വംശം നശിക്കാതെ നിലനിൽക്കുകയും ചെയ്യും. കുംഭകർണൻ്റെ ഉപദേശം രാവണന് ഒട്ടും തന്നെ രസിച്ചിട്ടില്ല. അവനോട് രാവണൻ കയർക്കുകയാണ്. ഇന്ദ്രിയങ്ങൾക്ക് വശനാം പൂരുഷന് വന്നീടും ആപത്തു നിർണയം ഓർത്തുകാൺ എന്ന തത്വം മനസ്സിൽ ഉരുവിട്ട് ഏട്ടന് ആവശ്യം വരുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞ് നിരാശയോടെ കുംഭകർണൻ അവിടം വിട്ടു പോവുകയാണ്. കുംഭകർണൻ പോയ ഉടനെ വിഭീഷണൻ എത്തുകയാണ്. അവനും ഏട്ടനെ യുദ്ധത്തിൽ നിന്നും പിന്മാറ്റുവാൻ ആവുന്നത്ര പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരും മറ്റുള്ളവരും പറഞ്ഞത് ശരിയല്ലെന്നും രാമനോട് ഏറ്റുമുട്ടിയാൽ നമ്മുടെ വംശനാശമായിരിക്കും ഫലമെന്നും കാര്യാകാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് വിഭീഷണൻ രാമന് മുമ്പിൽ പറഞ്ഞു നോക്കുകയാണ്. പക്ഷേ രാവണനെ പിന്തിരിപ്പിക്കാൻ അദ്ദേഹത്തിനും സാധിക്കുന്നില്ല. പിന്നീട് രാവണന് പ്രതികൂലമായി വന്ന് ഭവിച്ചേക്കാവുന്ന ശാപങ്ങളുടെ വിവരണങ്ങളും വിഭീഷണൻ പറയുകയാണ്. സൂര്യവംശ രാജാവായ അനരണ്യനെ അങ്ങ് ചതിച്ചു കൊന്നപ്പോൾ എൻ്റെ വംശത്തിൽ ജനിച്ചവൻ നിന്നെ വധിക്കാൻ ഇടയാകട്ടെ എന്ന ശാപവും അത്രി മഹർഷിയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയെ അപമാനിച്ചതിന് നിന്റെ മുന്നിലിട്ട് നിന്റെ ഭാര്യയെ വാനരന്മാർ വസ്ത്രമഴിച്ച്
തലമുടി കുത്തിപ്പിടിച്ച് അപമാനിക്കുന്നത് കാണുവാൻ നിനക്കിടയാകട്ടെ എന്നുള്ള ശാപവും ഋതുവർമ്മ താപസന്റെ ധർമ്മപത്നിയെ അദ്ദേഹത്തിൻ്റെ മുമ്പിലിട്ട് അപമാനിച്ചതിന് ഒരു സ്ത്രീ മൂലം നീ കൊല്ലപ്പെടട്ടെ എന്ന ശാപവും ആചാരപരമായ സമുദ്രസ്നാനത്തിന് എത്തിയിട്ടുള്ള ബ്രാഹ്മണ കന്യകമാരെ അവരുടെ അമ്മമാരുടെ മുമ്പിലിട്ട് അപമാനിച്ചതിന് നിന്റെ കുടുംബിനിയെ വാനരന്മാർ അപമാനിക്കാൻ ഇടവരട്ടെ എന്നുള്ള ശാപവും തീർത്ഥസ്നാനത്തിന് പോവുകയായിരുന്ന ദ്വൈപായന മുനിയുടെ സഹോദരിയെ അദ്ദേഹത്തിൻ്റെ മുമ്പിലിട്ട് അപമാനിച്ചതിനാൽ നിന്റെ സഹോദരിയെ ഒരു പുരുഷൻ അംഗഭംഗൻ വരുത്താൻ ഇടയാകട്ടെ എന്നുള്ള ശാപവും കുബേരൻ്റെ മകനായ നളകൂബരൻ്റെ പ്രതിശ്രുത വധുവായ രംഭയെ അളകാപുരിക്ക് സമീപം വെച്ച് മാനഭംഗം വരുത്തിയതിനാൽ നിന്റെ 10 തലയും 7 പൊട്ടിത്തെറിച്ച് നീ മരണപ്പെടട്ടെ എന്ന നളകൂബരൻ്റെ ശാപവും പരമശിവൻ അങ്ങേക്ക് ഒരു ത്രിപുരസുന്ദരി വിഗ്രഹം നൽകിയപ്പോൾ അത് പ്രതിഷ്ഠിക്കുവാൻ ഏൽപ്പിച്ചിരുന്ന ബ്രാഹ്മണൻ ഒരല്പം വൈകിപ്പോയതിനാൽ അദ്ദേഹത്തെ ബന്ധിച്ച് 7 ദിവസം കാരാഗൃഹത്തിൽ അടച്ചുപൂട്ടി അപമാനിച്ചതുകൊണ്ട് ഒരു നാൾ നിനക്കും ഈ ഗതി വരട്ടെ എന്നുള്ള ശാപവും കൈലാസത്തിൽ വെച്ച് നന്ദിയെ കുരകനെന്ന് വിളിച്ചാക്ഷേപിച്ചതിനാൽ നീയും നിന്റെ വംശവും വാനരന്മാർ മുഖേന നശിച്ചു പോകട്ടെ എന്നുള്ള ശാപവും വിഭീഷണൻ രാവണനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ്. ഇങ്ങനെ രാവണന് അനിവാര്യമായ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കാര്യാകാരണങ്ങൾ നിരത്തി വിഭീഷണൻ പരിശ്രമിച്ചുവെങ്കിലും രാവണൻ അതിൽ നിന്നൊക്കെ പിന്മാറുകയാണ്. അത് രാവണൻ്റെ സർവനാശത്തിലേക്കാണ് ചെന്നെത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഇവിടെ പരിപൂർണമാവുകയാണ്.